ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഒപ്പം ഹൈപ്പ് ബട്ടണും അമർത്തി പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റത്തെ മൂവി ഗ്രഹണം 2.0. ആനന്ദ് പാഗയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഗ്രഹണം 2.0. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ബൈ ഓർ റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സെൻഡ് ഹെൽപ്പ്. ഒരു സർവൈവൽ ത്രില്ലർ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ഹൊറർ കോമഡി ത്രില്ലർ ചിത്രമാണ്. പ്രശസ്ത സംവിധായകനായ സാം റെയ്മിയാണ് ഈ സിനിമയുടെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ലിൻഡയും ബ്രാൻഡ്ലിയും വിമാനം തകർന്ന് വിജനമായ ഒരു ദ്വീപിൽ അകപ്പെടുന്നതും അതുമൂലമുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന ആകർഷണം. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വൈറ്റ്. മമ്മൂട്ടി, ഹുമ ഖുറേഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉദയ് അനന്തൻ സംവിധാനം ചെയ്ത മൂവിയാണ് വൈറ്റ്. 2016 റിലീസ് ചെയ്ത ഈ മൂവി ഒരു പരാജയമായിരുന്നു. ഇറോസി യൂട്യൂബ് ചാനലിലൂടെ ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് 180. ഒരു ദക്ഷിണാഫ്രിക്കൻ ക്രൈം ത്രില്ലർ മൂവിയാണ് 180. ഏപ്രിൽ 17 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസാണ് ദ ക്ലീനിങ് ലേഡി. ഒരു അമേരിക്കൻ ക്രൈം ഡ്രാമ സീരീസാണ് ദ ക്ലീനിങ് ലേഡി. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 8 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അമീർ ഖാനെ നായകനാക്കി 2025 റിലീസ് ചെയ്ത മൂവിയാണ് സിത്താരെ സമീൻ പർ. ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകില്ലെന്നാണ് അമീർ ഖാൻ പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഇതിപ്പോൾ സോണി ലിവാണ് ഈ മൂവിയുടെ OTT അവകാശങ്ങൾ നേടിയിരിക്കുന്നത്. അമീർ ഖാനൊപ്പം ജനീലിയ ഡിസൂസയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി ഏപ്രിൽ 3 മുതൽ സോണി ലിവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ജോർജ് ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ലെന, ലിയോണ, ലിഷോയി, ഇർഷാദ് അലി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി മനോമാക്സ്, ലയൺസ്ഗേറ്റ് പ്ലേ, ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. ജോൺ പാറ്റൻ ഫോർഡ് സംവിധാനം ചെയ്തൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. 2026 ഫെബ്രുവരി 20 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, ആപ്പിൾ TV എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ റെന്റ് ഓർ ബൈയിങ് ഓപ്ഷനിൽ ലഭ്യമാണ്. അതോടൊപ്പം HBO Maxിലൂടെ ജൂൺ മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് മൃത്യുഞ്ജയ്. ഹുസൈൻ ഷാ കിരണിന്റെ സംവിധാനത്തിൽ ശ്രീ വിഷ്ണു, റബ മോണിക്ക ജോൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ക്രൈം ത്രില്ലർ സിനിമയാണ് മൃത്യുഞ്ജയ്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 3 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു ഹൊറർ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഏപ്രിൽ മാസം 24 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് മട്ക കിങ്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് മട്ക കിങ്. വിജയ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നർ നാഗരാജ് മഞ്ചുളയാണ്. ഏപ്രിൽ 17 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോടെ, അതായത് ഏപ്രിൽ 3 തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും
ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള തേരത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ദുരന്തർ 2. ആദിത്യധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തിയ സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദുരന്തർ 2 ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 കോടി ക്ലബിൽ ഇടം പിടിച്ചു. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ രൺവീർ സിംഗിനെ കൂടാതെ സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം പകുതിയോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.